നമുക്കിരിക്കാം. താങ്ക് യു രജി, താങ്ക് യു, വെരി ഗുഡ്. നമ്മൾ ക്ലാസ്സിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് ഒരു നന്ദി പ്രകാശിച്ചുകൊണ്ട് ഇന്നലത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ പങ്കുവച്ച കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് അനുഭവ തലത്തിലുണ്ടായ കാര്യങ്ങൾ, പിന്നെ ആ ഗ്രൂപ്പിൽ എന്ത് സംഭവിച്ചു, എല്ലാവരും വന്നപ്പോൾ പങ്കുവയ്ക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പിലുള്ളവർ, ഗ്രൂപ്പ് ലീഡേഴ്സ് വന്നൊന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രചോദനം കിട്ടും. നിങ്ങളുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ. മറ്റൊന്ന് എന്ന് വെച്ചോ, രണ്ട് ഗ്രൂപ്പിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഹലോ ഹലോ ഹലോ, യെസ്, കം, വരൂ. 2-3 ഗ്രൂപ്പ് ലീഡേഴ്സ് വരൂ. ആദ്യം ഒരാൾ വായോ. ലേഡീസ് ഫസ്റ്റ്. നിങ്ങൾ ലേഡീസ് ഗ്രൂപ്പ് ലീഡേഴ്സായിട്ടുള്ളവരാരെങ്കിലും വരും. സിസ്റ്റർ തന്നെ വായോ. അങ്ങനെ രക്ഷിച്ചു ഞങ്ങളെയൊക്കെ സിസ്റ്റർ. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്നലത്തെ ക്ലാസ്സിനെ കുറിച്ച് വൈകുന്നേരം ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തപ്പോൾ ശരിക്കും ഒരു റോക്കറ്റ് കത്തിച്ചു വിടുന്ന അനുഭവമായിരുന്നു എല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നത്. ഇന്നലെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇന്നലത്തെ ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് എല്ലാവരുടെയും വ്യക്തിപരമായ ഷെയറിങ്ങിലൂടെ അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനും ഇനിയും എങ്ങനെ ശുശ്രൂഷ മേഖലയിൽ കുറേ ഡീപ്പായിട്ട് പോകാൻ പറ്റുമെന്നും ഓരോരുത്തർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മുടെ കൗൺസിലിംഗ് സെക്ഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്, ഓരോ വ്യക്തികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മറ്റാരെയും നമ്മൾ ശ്രമിക്കേണ്ടവരല്ല. നമ്മുടെ മുൻപിലിരിക്കുന്ന വാടിക്കരിഞ്ഞിരിക്കുന്ന ആ ആളിന് ഒരു പുതിയ ജീവനാണ് നമ്മുടെ അകലത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ അത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തരുത് എന്നൊരു കാര്യം ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ അത് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കിട്ടിയത്, നമ്മുടെ ധ്യാനങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഒരു കച്ചിത്തുരുമ്പ് എന്ന പോലെയാണ് നമ്മുടെ അരികിലേക്ക് കടന്നു വരിക. അപ്പം നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും കരുണാമസൃണവും ദയയുള്ളതുമായിട്ട് അവരോട് സംസാരിക്കണം, അവരോട് പ്രവർത്തിക്കണം, അവരോട് ഇടപെടണമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് ഇന്നലെ നമ്മളെ നയിച്ചുവെന്ന് ഓരോരുത്തരും അത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഇതാണ് ഗ്രൂപ്പ് ഷെയറിങ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു വിഷൻ ഇതാണ്. ഒരു വെള്ള കുതിരയുടെ പുറത്ത് ഈ കിങ് ജീസസ് മിനിസ്ട്രി എന്ന വേർഡ് ഒരാളിങ്ങനെ എഴുതി പിടിച്ചിരിക്കുകയാണ്. ആ വേർഡ് ഇങ്ങനെ കത്തി അതിങ്ങനെ വട്ടത്തിൽ കറങ്ങി പോകുന്നതായിട്ടാണ് ഇന്നലെ ഒരു ദർശനം ഞങ്ങൾക്ക് കിട്ടിയത്.
അതുപോലെ തന്നെ മറ്റൊരു ദർശനം ഞങ്ങൾക്ക് കിട്ടിയത് ഈ തീപ്പന്തങ്ങൾ തീയുമായിട്ട്, അതായത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കിട്ടിയത്. അതായത് അതിൻ്റെ അകത്ത് ഉൾക്കാഴ്ച നമുക്ക് കിട്ടിയത് ഇതാണ്: ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ ഈ മിനിസ്ട്രിയിലൂടെ മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കിട്ടിയത്. തീ കത്തുന്ന, സ്നേഹമുള്ള സഹോദരരെ, ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ഇതിലപ്പുറത്തേക്ക് ഒരു കത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു ശുശ്രൂഷ മേഖലയിലേക്കാണ് നമ്മുടെ മിനിസ്ട്രി പോകുന്നതെന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സന്ദേശം. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന സന്ദേശത്തിൻ്റെ ഒരു കണ്ടന്റാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സിസ്റ്റർ. ഇനി സഹോദരന്മാരിൽ നിന്നും ഒരു ലീഡർ വരാം. ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ആദ്യമായി നമ്മൾ പ്രാർത്ഥിച്ചത് ഇന്നലെ നമ്മൾ കേട്ട വചനവുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഗ്രൂപ്പിന് വേണ്ടിയാണ് നമ്മൾ ധ്യാനം ഒരുക്കിയിരിക്കുന്നത്. ബലൂൺ, നമ്മളൊരു ബലൂൺ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അത് റബ്ബർ ബാൻഡ് വെച്ച് വീർപ്പിച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ, ആ റബ്ബർ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങി താഴേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ചുരുങ്ങി പോകുന്നൊരവസ്ഥ. കാരണം നമ്മൾ ശുശ്രൂഷ മേഖലയിലായിരിക്കുമ്പോൾ നമ്മൾ മാറ്റേണ്ട പല കാര്യങ്ങളും, പല ധ്യാനങ്ങൾ കൂടുമ്പോഴും വളർച്ച പരിശ്രമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചോ കേൾക്കുമ്പോൾ വലിയ വേദനയോടെ വലിയൊരു ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോട് കേൾക്കുമ്പോൾ അതിൻ്റെ സ്ഥിരം കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം ആണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം ദയ അല്ലെങ്കിൽ കോപം. ശരി, ഏറ്റവും ഒരു ശുശ്രൂഷകനെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും, ഉദാഹരണം ഞാൻ പറയുകയാണ്, നമുക്ക് വിഷമം തോന്നരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്നുണ്ട്, ഉണ്ടായിരിക്കുന്ന സംഭവം അതൊരു വലിയ നമുക്ക് കിട്ടിയൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മളോട് ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം കുറവുണ്ടായാൽ അവിടെ ചെല്ലുന്നു, നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ കൂടെയൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നു. അതിനുശേഷം നമ്മൾ ഉപസാരിക്കാനോ അല്ലെങ്കിൽ ക്ഷമിക്കാനോ ഒരാളൊന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് നേരെ ചാപ്പലിൽ ചെന്നിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേരെ ക്ലാസ് എടുക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം. എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു സാഹചര്യം ഞാനത് പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ അത് അങ്ങനെയല്ലേ പങ്കുവെച്ചത്. ഇന്നലെ ബ്രദർ ആ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ആരാധന നടത്തുന്ന സമയത്ത് ഒരു സഹോദരിയായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ അസ്വസ്ഥയിൽ വന്നപ്പോഴൊക്കെ ഈ ഒരു ബ്ലോക്ക് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാവരും അത് ഷെയർ ചെയ്തു. കാരണം നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ നമ്മൾക്ക് തിരിച്ചറിയാതെ നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ, കൗൺസിലിങ്ങിനാണെങ്കിലും ചെന്നൊരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ മെസ്സേജ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ അത് വലിയൊരു തിരിച്ചറിവായിട്ട്, വലിയൊരു ബോധ്യം, അതായത് നമുക്ക് കിട്ടിയ വലിയൊരു ബോധ്യമായിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും അത് വെളിപ്പെടുത്തി. മറ്റ് ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറേ കുട്ടികളിൽ നമുക്ക് കണ്ടുവരുന്നത് സഹോദരനെ, അതായത് നമ്മൾ മിക്സറൊക്കെ തിന്ന് നമ്മൾ താഴെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ഒരു പക്കോടയുടെ കഷ്ടം കിടന്നു കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് അത് വലിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരുക്കുന്നൊരു വർഷം മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ പുറകിൽ അതിനെ സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് വലിയ ഒരു മാറ്റത്തിലേക്ക്, അതിൻ്റെ പുറകെ ഒരു വാഹനം, നമുക്കറിയാം, ഒരു വണ്ടി കുടുങ്ങിയാൽ, വഴിയിൽ കുടുങ്ങിയാൽ അതിനെ ഒരാൾ തള്ളിക്കഴിഞ്ഞാൽ നീങ്ങൂല, പക്ഷെ അനേകർ തള്ളുമ്പോൾ നീങ്ങുന്ന ആ ഒരു സംഭവം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ എല്ലാവരും ഏക മനസ്സോടുകൂടി അതിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ വെളിപ്പെടുത്തി തന്നു. അതുപോലെ ശുശ്രൂഷ വരുന്ന ആളുകളിലുള്ള ആ ശുശ്രൂഷകളുടെ മേഖലയ്ക്ക് ശക്തമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വില കൊടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രചോദനം കിട്ടുന്നതിനനുസരിച്ച് ക്രമപ്പെടുത്താനായിട്ട് എങ്ങനെ കർത്താവ് ഇങ്ങനെ ചെയ്യണം, അതിന് വേണമെന്നുള്ളത് ഇങ്ങനെ വെളിപ്പെടുത്തി തന്നു. ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ബോധ്യങ്ങൾ ദൈവാനുഗ്രഹമായിട്ട് മാറട്ടെ. താങ്ക് യു. ഒരാൾ കൂടി വരാമോ? സഹോദരിമാരിൽ ഒരാൾ വരും. സഹോദരിമാരിൽ ഒരാൾ വരും. ഈ മൈക്ക് പിടിച്ചോളൂ.
ഇവിടെ നിൽക്കട്ടെ, തുടങ്ങല്ലേ. ഒരു മിനിറ്റ്, തുടങ്ങല്ലേ. ആയിക്കോളൂ. ഇന്നലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ചില ബോധ്യങ്ങൾ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തേത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ സഹനങ്ങൾ മിനിസ്ട്രിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട്, അതായത് നമ്മൾ സാധാരണഗതിയിൽ അതിനെ കഴിയുന്നു, എനിക്ക് ഇത്രയും പ്രയാസം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു പരിഭവവും പരാതിയൊക്കെ ആയിരുന്നു മുൻകാലങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ അതിനകത്തൊരു ശരിയായ ഒരു ദിശയിലേക്ക് ആ സഹനങ്ങളെ നമുക്ക് കൃപകളായി മാറ്റാൻ പറ്റുന്ന ഒരു ഒന്നായിട്ടാണ് ദൈവം നമുക്ക് ആ സഹനങ്ങൾ തരുന്നതെന്നും ആ സഹനങ്ങൾ കൃപയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണമെന്നും ആഴമുള്ള പ്രാർത്ഥന വരുന്ന കഴിയുമ്പോൾ സഹനങ്ങൾ എല്ലാം നിറവുകളായിട്ട് വരും എന്ന് ഇന്നലത്തെ ബ്രദറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ബോധ്യങ്ങൾ കിട്ടി. പിന്നെ അടുത്തത്, മിനിസ്ട്രിയിൽ കൂടുതലായിട്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കൂടാതെ പ്രത്യേകിച്ച് സാബു ബ്രദറിൻ്റെ ക്ലാസ്സുകളിലും ബ്രദറിന് പിൻബലം കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൊണ്ട് ഒരേ സ്വരത്തിൽ ഒരുമയോടെ സ്നേഹത്തോടെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ബ്രദറിന് ശക്തി കൊടുക്കണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഞങ്ങൾക്ക് ഇന്നലത്തെ പ്രാർത്ഥനയിൽ കിട്ടും. എല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും പോകണം. അതോടൊപ്പം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് കൊണ്ടുപോയെങ്കിലേ നമുക്ക് മിനിസ്ട്രിക്ക് പഴയതിൽ കൂടുതലായിട്ട് ഉണർവുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യവും ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി. അത്രയാണ്. ഇതൊന്നും ചുറ്റി ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു വ്യക്തമായ ഒരു മെസ്സേജ് നമ്മുടെ ഈ കിങ് ജീസസ് മിനിസ്ട്രി ഗ്രൂപ്പിലുള്ള നമ്മുടെ ഈ അംഗങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നു മുതൽ നിങ്ങളുടെ അജ്ഞതയുടെ കാലഘട്ടത്തെ ഞാൻ മായ്ച്ചു കളയുകയാണ്. അതിൻ്റെ ഉദ്ദേശം പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്: നമ്മൾക്ക് ഇന്നലെ കേട്ട ക്ലാസ്സുകളിൽ ഇവിടെയുള്ള എല്ലാവർക്കും കർത്താവ് വ്യക്തമായിട്ടുള്ള വിത്ത് വിതച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഹൃദയത്തിലും ആ വിത്ത് കയറിയിട്ടുണ്ട്. ആ വിത്ത് ഇപ്പോൾ ആരോടും ഞങ്ങൾ പരസ്പരം ചോദിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കർത്താവ് വ്യക്തമായി പറയുന്നു, ഇവിടെ വന്നിരിക്കുന്ന ഒരാളെ പോലും വിടാതെ ഈ വ്യക്തികളിലേക്ക് കർത്താവ് വ്യക്തമായി വിത്ത് വിതച്ചിട്ടുണ്ട്. അതിനി മുളപ്പിക്കണം. അപ്പോ കർത്താവ് പറഞ്ഞത്, ഇനി ഞാൻ അജ്ഞതയുടെ കാലഘട്ടത്തെ ഞാൻ ഓർക്കുകയില്ല. അപ്പൊ അതിങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് തെറ്റുകൾ പലതും പറ്റിയിട്ടുണ്ട്. ഇന്നലെ ക്ലാസ് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓ ഇതൊക്കെ തെറ്റാ, ഈ കോപിക്കുന്നത് തെറ്റാ, ഈ കോപിച്ചിട്ട് വീണ്ടും ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലൊരു അനോയിന്റിങ് അല്ലെങ്കിൽ ഒരു അഭിഷേകം കിട്ടില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുക, ഈ ധ്യാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത് ഒരുക്കിയതാണ്. സാബു ബ്രദർ ഒരുക്കിയ ഒരു ധ്യാനമല്ല, ബഹുമാനപ്പെട്ട തോമസ് ബ്രദർ ഒരുക്കിയ ഒരു ധ്യാനമല്ല. കർത്താവ് ഇന്നലെ പറഞ്ഞത് ഞാൻ തന്നെ ഒരുക്കിയ ധ്യാനം. കാരണം ഈ മിനിസ്ട്രിയെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു, ഈ മിനിസ്ട്രി ഞാൻ അത്യധികം വളർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോ കർത്താവ് ഇങ്ങനെ വീണ്ടും അടുത്തൊരു കാര്യം ഇങ്ങനെ കാണിച്ചു തരികയുണ്ടായി. ഒരു കാറ്, ആ കാറില് നമ്മുടെ ശുശ്രൂഷകരെയാണ് കാണിക്കുന്നത്. ഒരാൾ, ബാക്കിയുള്ളത് നമ്മൾ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കാറിൽ കയറ്റുക. കാറിൽ കയറ്റിയിട്ട് ഒരു കാര്യം നമ്മുടെ ശുശ്രൂഷകൻ മറന്നുപോയി. അത് ഇതാണ്, ഇന്ധനം അടിക്കാൻ മറന്നുപോയി കാറിന്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ മിനിസ്ട്രി വളരണം, അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയിലൂടെ നമ്മൾ മറ്റുള്ള സമൂഹത്തിലെ വ്യക്തികളെ നന്മയിലേക്ക്
കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരോരോരുത്തരും. പക്ഷെ കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി വഴിക്ക് നിന്നുപോയി. കാരണം നമ്മളാകുന്ന ശരീരത്തില് പ്രാർത്ഥനയാകുന്ന അഭിഷേകമാകുന്ന ഇന്ധനത്തെ ഇറങ്ങാൻ മറന്നുപോയി എന്ന് കർത്താവ് പറയാം. അപ്പോ കർത്താവ് പറയുന്നത് ആദ്യം, ഇന്നലെ നമ്മൾ ക്ലാസ് കേട്ടായിരുന്നു, അതേപോലെ ആദ്യം നമ്മളിലേക്ക് അതിശക്തമായിട്ട് ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊണ്ടുപോകുന്നവരെ യഥാർത്ഥ സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പലപ്പോഴും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അങ്ങനെ എത്താറില്ല. കാരണം പകുതി ആവുമ്പോഴേക്കും ഇന്ധനം തീർന്നുപോയി, നമ്മളും ഒരു വഴിയിലായി, നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാരും ഒരു വഴിയിലായി. കാരണം അഭിഷേകം വ്യാപിക്കുന്നില്ല. പിന്നെ കർത്താവ് പറഞ്ഞത് ക്ഷമ, പിന്നെ പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മാപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അതിശക്തമായിട്ട് വെളിപ്പെടുത്തുകയുണ്ടായി. ക്ഷമിക്കാൻ. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായി. ഒരു കുടത്തിൽ നിറയെ, ഒരു കുടം നിറയെ അഭിഷേകം തരാൻ വേണ്ടി ഈ ശുശ്രൂഷകർക്ക് 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം ധ്യാനത്തിലേക്ക് വരുമ്പോൾ ഒരു കുടം അഭിഷേകം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുക. പക്ഷേ നമ്മളവിടെ പോയിട്ട് ഈ കോപം, ഈ ദേഷ്യം, ഈ സ്വരച്ചേർച്ചയില്ലായ്മ, പരിഗണനയില്ലായ്മ കാരണം കർത്താവിന് ആ അഭിഷേകം നമുക്ക് തരാൻ പറ്റാതെ ഒരു സ്പൂൺ അഭിഷേകം മാത്രം സ്വീകരിച്ച് 2 ദിവസം ശുശ്രൂഷ ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയിട്ട് ആ അഭിഷേകം വീണ്ടും നഷ്ടപ്പെടുകയാണ്. അത് അങ്ങനെ ഉണ്ടാകരുതെന്നാണ് കർത്താവ് ഇന്നലെ വെളിപ്പെടുത്തി തന്നത്. പിന്നെ പറഞ്ഞേക്കണത് ഒരുമയോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതേപോലെ അതിശക്തമായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. അതേപോലെ പ്രത്യേകം എഴുതി തന്ന പരസ്പരം മുറിവേൽപ്പിക്കാതെ ശുശ്രൂഷ ചെയ്യാൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് അനുഗ്രഹത്തിന് തടസ്സമാകും ശുശ്രൂഷകരുടെ എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം മിനിസ്ട്രിക്ക് വേണ്ടി പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ 5 പേർക്ക് കിട്ടിയ ബോധ്യം ഒന്നാമത് തന്നെ ഈ കോപം വെച്ചിട്ടുള്ള ഒരു ശുശ്രൂഷ, അനോയിന്റിങ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം. ഇനി അത് ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ ഈ 5 പേർക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കിട്ടിയത്, നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നു പോരാ. അപ്പൊ ഞങ്ങൾ 24 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ 5 പേര് പരസ്പരം കാണാതിരുന്നാലും എല്ലാവർക്കും വേണ്ടി ഇന്നലെ മുതൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഇനി ഒരു ദിവസം പോലും ഇടവിടാതെ, കണ്ടാലും കണ്ടില്ലെങ്കിലും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാം അതിശക്തമായിട്ട് ഇനി മുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്പോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി വെള്ളമായിട്ട് തോന്നണു. സഹോദരി വരുന്നുണ്ടോ? ഓക്കെ, കം. ഇത് പിടിച്ചോ. ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞങ്ങളുടെ ടീമിലുള്ള 5 പേരിൽ ആരും തന്നെ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യം കേട്ടിരുന്നില്ല. അതിനാൽ ഇന്നലെ ഇവിടെ ലീഡേഴ്സ് വന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞപ്പോൾ ബെനിച്ചൻ തന്നെ എഴുന്നേറ്റ് വന്ന് പറയുകയായിരുന്നു. ഇന്നലെ വൈകിട്ടത്തെ കൂട്ടായ്മയിൽ ബെനിച്ചൻ അപ്പം പറഞ്ഞു, ജോമോളിയേച്ചി പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഞങ്ങളുടെ ടീമിൽ ഇതുവരെ ലീഡറില്ല, അപ്പം ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാനീ വന്ന് നിൽക്കുന്നത്. ഗ്രൂപ്പിലെ ഡിസ്കഷന് മുമ്പ് ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഇന്നലെ ആദ്യമായിട്ട് എൻ്റെ അമ്മ എഴുന്നേറ്റ് വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വൈകിട്ട് കുരിശ് വരയ്ക്കാൻ നേരമാകുമ്പോൾ എന്നെ കൂടെ വിളിക്കണമേ. അമ്മയുടെ ഇങ്ങോട്ടുള്ള അഭിപ്രായം, പ്രാർത്ഥിക്കാൻ കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിഷേകം കിട്ടിയ വീണപ്പം നീറുന്ന മനസ്സോടെയാണ് ഞാൻ കയറി വന്ന അന്നേരം അമ്മ ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ ഇച്ചിരി മുമ്പേ ഹസ്ബൻഡ് എന്നെ വിളിച്ചു. അങ്ങോട്ട് ചെന്നപ്പം എനിക്ക് ടാബ്ലറ്റ് കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പം ഫോൺ എടുക്കണമെന്ന് തോന്നി. വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മാമ പറഞ്ഞു കുരിശ് വരയ്ക്കാനാകുമ്പം വിളിക്കണേ, ഞാനും വരുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു.
സന്തോഷം, ഇതൊരു വലിയ വാർത്തയാണിത്. പിന്നെ ടീമിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പം ഞങ്ങളുടെ ടീമിൽ 2 ലേഡീസ്, മറ്റുള്ള ജെൻസ്. അതിൽ ഒരാൾക്ക് മറ്റേ ആളിൻ്റെ കൂടെയുള്ള ആളാരാ ഒന്ന് കൈ ഉയർത്താമോ? ആ മകൾക്ക് നല്ലോണം ഭാഷാപരം കിട്ടി. ഭാഷാപരത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് പിടികിട്ടാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പം പ്രവചനപരത്തിനായി പ്രാർത്ഥിച്ചു. അപ്പം ആ മകള് ഭാഷാപരത്തിൽ സംസാരിക്കുകയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ ഒത്തിരി ബോധ്യം കിട്ടി. പിന്നെ ഞാൻ മറ്റൊരു സംഭവം പറയുന്നത്, എനിക്ക് പഴയ നിയമത്തിലെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നോഹ, മോശ എല്ലാവരുടെയും ചരിത്രങ്ങൾ എൻ്റെ മനസ്സിൽ നല്ല പാഠമായിട്ട് കിടക്കും. ഓരോ സിനിമ പോലെ. കാരണം ഇത് കിട്ടിയത് വല്യമ്മ, അമ്മയുടെ എനിക്ക് അവധിക്കാലങ്ങളിൽ ചെല്ലും. ഞങ്ങൾ കൊച്ചുമക്കളെ എല്ലാവരും കൂടി ഈ കഥ പറഞ്ഞു തരും. ബൈബിളാണെന്ന് അന്ന് കുഞ്ഞിലെ അറിയില്ല. ഓരോ കഥകളും, അബ്രാഹത്തിൻ്റെ കഥ, അബ്രാഹം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു തരും. ഈ പറഞ്ഞു തരുന്ന കഥകളൊക്കെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ബ്രദർ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വല്യപ്പച്ചൻ ഇരുന്ന് കൊച്ചുമക്കളോട് കഥ പറയുന്നത് പോലെ ഒരു അനുഭവം. ബ്രദർ കേൾക്കുന്നുണ്ടോ? യെസ്. പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ ഒരു വല്യപ്പച്ചൻ ഇരുന്ന്, ഒരു അച്ചായൻ ഇരുന്ന് നമ്മൾ മക്കളോട് കഥകൾ പറയുന്ന വിധത്തിലാണ് സംഭവങ്ങൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അനുഭവങ്ങളിലൂടെ കൂട്ടിച്ചേർന്ന് പോകുമ്പം നമ്മൾ ആരും മടുക്കുന്ന ഒരു അനുഭവം, ആരും ഒരു നേരം പോകുന്ന അറിയുന്നില്ല. ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. കാരണം മനസ്സിൽ ആഴത്തിൽ പതിയുന്നു, വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഉദാഹരണങ്ങൾ, ബ്രദറിൻ്റെ തന്നെ ഉദാഹരണങ്ങളിലൂടെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ആ ടീമിൽ 3 പേര്, ഞങ്ങൾ 3 പേരും വളരെ നാളുകളായിട്ട് ടീമിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ജീസസ് മിനിസ്ട്രിക്ക് വേണ്ടി മിനിസ്ട്രി ഒത്തിരി ഉയരും. ഇനിയും വളരെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാഹചര്യങ്ങളിലൂടെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്, വളരെയധികം കാര്യങ്ങൾ. പക്ഷേ അറിയാം, ഒരു 157 പേരോളം പ്രവർത്തിച്ചിരുന്ന ഒരു ടീമാണ്. ഈ ഒരു ടീമിനെ നയിച്ചു പോകാൻ സാഹചര്യർ അനുഭവിച്ച വേദന എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഉരുകുന്ന വേദനയിലൂടെ കടന്നുപോയ ഒരാളാണ് സാഹചര്യർ ടീമിന് വേണ്ടി. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു 7-8 മാസം മുൻപ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ടീമിൽ നിന്ന് പ്രവർത്തിച്ചവർ തന്നെ എന്നെ വേറൊരു ടീമിലേക്ക് വിളിച്ചു. പക്ഷെ ദൈവാനുഗ്രഹത്തിന് ഞാൻ സാഹചര്യങ്ങളുടെ അനുവാദം ചോദിച്ചു. ആദ്യം സാഹചര്യർ സമ്മതിച്ചില്ല. വീണ്ടും അവരുടെ നിർബന്ധം കൂടിയപ്പോൾ ഞാൻ സാഹചര്യനെ വിളിച്ചു പറഞ്ഞു, എന്നാൽ ജോലിയല്ല ഇപ്പം പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളിതിന് പിണങ്ങിയിട്ടല്ല, പക്ഷെ ഒരു അനുവാദത്തോടെ ഞാൻ ആ ടീമിൽ പ്രവർത്തിച്ചു. ആ ടീമിൽ പ്രവർത്തിച്ചിട്ട് 1 വർഷം കൊണ്ട് ആ ടീം 2ആയിട്ട് പിളർന്നു. അതിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും അതിലുണ്ട്, വേറെ ടീമിലുള്ളവരും ഉണ്ട്. അവർ തമ്മിൽ 1 വർഷം ഒന്നിച്ച് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ ടീം പിളരുമെന്ന് ബോധ്യം കിട്ടിയ സമയത്ത് ഞാൻ അതിൽ പിൻവലിഞ്ഞു. സാഹചര്യർ ഉടനെ എനിക്ക് മെസ്സേജ് തന്നു, ജോമളേച്ചി ഇനി പുറത്തോട്ട് എങ്ങോട്ടും പോകണ്ട, വീട്ടിലിരുന്നു, ജോമളേച്ചി നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ പിന്നെ ഞാൻ ഇറങ്ങുന്ന ധ്യാനം ഇതാണ്. 8-9 മാസമായിട്ട് വേറെ ഒരു കാര്യത്തിന് ഞാൻ പുറത്തോട്ട് പോകുന്നില്ല. നമ്മുടെ ചിറ്റടി വന്ന് സാക്ഷ്യം പറയാനല്ലാതെ വേറെ ഒരു ധ്യാനത്തിന് പോയില്ല. ആ ടീം തമ്മിൽ മത്സരത്തിലാണ്. ഭയങ്കര ശത്രുത, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അവർക്ക് പറയാനൊന്നും സാധിക്കും. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ അവർ 2 പേരെയും പിണക്കാതെ നീ പിടിച്ചു നിന്നതുകൊണ്ട് അവരോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നോട് അവർക്ക് പ്രശ്നമില്ല. ഞാൻ ഇവിടുന്ന് അനുവാദം മേടിച്ചു പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ ഞാൻ അവരോട് പറഞ്ഞ ഇതാണ്, 1 വർഷം കൊണ്ട് പിടിച്ചു നിൽക്കാത്ത ഒരു ഭവനം നിങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പഴയ തറവാടത്തുള്ള കുടുംബത്തിലേക്ക് പോയാൽ മതി. ഈ തറവാട്ടിലേക്ക്, കിങ് ജീസസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ ഇനി തിരികെ പോവുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത് അവരോട് പറഞ്ഞാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മനസ്സിലായ ഒരു അനുഭവം ഇതാണ്, നമുക്കെതിരെ പ്രവർത്തിക്കാൻ ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്തുമാത്രം നമ്മൾ വളരുന്നു അത്രയും നമുക്കെതിരെ ശത്രുക്കൾ നമുക്ക് ചുറ്റും ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ടീമിൽ ഇനിയും നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മുടെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കുകയല്ല, നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മൾ വേദനിപ്പിച്ചവരെയും ഇവർ 2 പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരുപോലെ നീറുന്നുണ്ട്. നമ്മളെ ആര് വേദനിപ്പിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നീറുന്നു, അവരിൽ നീറുന്നു. അപ്പം നമ്മൾ ആരെ വേദനിപ്പിച്ചാൽ പരസ്പരം എല്ലാവരുടെ ഉള്ളിൽ ഒരേ ആത്മാവാണെന്ന് ബ്രദർ വെളിപ്പെടുത്തി തന്നു. ഒരേ ആത്മാവ് തന്നെയാണ് ഇരുന്ന് നീറുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഈ ടീമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം
നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മൾ വേദനിപ്പിച്ചവരെയും ഒരുപോലെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലിൽ നമ്മുടെ കാലിൽ നിന്ന് പോകുന്നത് പോലെ നമ്മൾ ഓടിക്കയറി മുന്നോട്ട് പോകും. വളരെയധികം ഉയർച്ചയുണ്ടാവും. പരസ്പരം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഈ ടീമിന് പുറത്തുള്ള ആരെക്കുറിച്ചും ഇനി നമുക്ക് ഒരു വിമർശനവും വേണ്ട. അവരെന്തെങ്കിലും വിമർശിച്ചാൽ അവരോട് ക്ഷമിക്കണമേ എന്ന്, കർത്താവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ ടീമിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ സൗഹൃദത്തിലൂടെ കർത്താവ് വളരെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും കിടക്കുന്നു, ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കിടക്കുന്നു. അതുകൊണ്ട് ഈ ഒരു തടസ്സം മാറ്റണം. ടീം അംഗങ്ങൾ, ഈ ഇരിക്കുന്ന നമുക്കെതിരെ നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്ക് വേണ്ടിയും നമ്മൾക്ക് വേണ്ടി എതിരായി സംസാരിക്കുന്നവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അത് നമുക്കൊരു വളമാണ്. ഈ ടീം ആളിക്കത്താനായിട്ട്, ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ട്, ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കാനായിട്ട് അതൊരു കാരണമാകും. അത് ശക്തമായിട്ട് അതൊരു പ്രാർത്ഥനയായിട്ട് എടുക്കണമെന്ന് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആക്റ്റീവായിട്ട്, ജോൺസൺ, ബെന്നിച്ചൻ എല്ലാവരും വർഷങ്ങളായിട്ട് ഇതിലുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ടീമിനെ കുറിച്ച് നന്നായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സത്യമാണത്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. സൗഹൃദത്തിന് വേണ്ടി എന്നതാണ് പറഞ്ഞത്, ഇത്രയും പേരെ ഒന്നിച്ച് ഇത്രയും വർഷം 35 വർഷമായിട്ട് ഒന്നിച്ച് ലീഡ് ചെയ്യുന്ന സൗഹൃദത്തിൻ്റെ ആ വേദന, ഉള്ളിൽ അനുഭവിച്ച സഹനങ്ങളുടെ കണക്ക് നമുക്ക് പറഞ്ഞറിയിക്കാനില്ല. കാരണം ഒരു വർഷം കൊണ്ട് ഒരു ടീമിൽ അനുഭവിച്ച വേദനകൾ ഞാൻ തിരിച്ചറിഞ്ഞതിനാൽ ഇത്രയും വർഷം ഇത്രയും പേരെ ഒന്നിച്ചു കൊണ്ടുപോയ സഹപ്രവർത്തകർ അനുഭവിച്ച ത്യാഗങ്ങൾ ശരിക്കും കുരിശിലെ കർത്താവിൻ്റെ സഹനങ്ങളോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന വേദനകളാണ്. സത്യമാണത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്ന് നാണം കെട്ടല്ല പറയുന്നത്, അഭിമാനത്തോടെ പറയുന്നു. ഈ ടീം അത്ര വേരുറപ്പിക്കപ്പെട്ടതാണ്. അത് കൊത്തിക്കളയാൻ പല ശത്രുക്കളും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സൗഹൃദത്തിന് ശക്തി പകർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിന് വേണ്ട ഉത്തേജനം ഒത്തിരി ക്ലാസ്സുകളിലൂടെ കിട്ടുന്നുണ്ട്. ഈ ടീം ഡിസ്കഷൻ വളരെ നല്ലതാണ്. ഓരോ ഗ്രൂപ്പ് വൈസായിട്ടോ മനസ്സ് തുറക്കാനും അതിൽ നിന്ന് വളരെ കാര്യങ്ങൾ പിടിച്ചെടുക്കാനും കർത്താവ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ഒത്തിരി കൂടുതൽ വളരട്ടെ. ബ്രദറിലൂടെ ഇനി കൂടുതൽ ഉത്തേജനം നമ്മുടെ ടീമിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. എല്ലാവർക്കും ഒത്തിരി നന്ദി. തന്നെ വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒത്തിരി നന്ദി. താങ്ക് യു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.